ആരു, നീ ഇങ്ങോട്ട് വാ. അവരോട് പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. ചെപ്പു, എന്നെ വിട്. ഇവരോട് രണ്ട് വർത്താനം പറയട്ടെ. എൻ്റെ പൊന്നു മോളെ, ഇവനല്ല നിന്നെ തോണ്ടിയത്. ഡോ, അതിന് താൻ കണ്ടോ ഇയാളല്ലെന്ന്? കണ്ടാലെന്ത് മാന്യൻ, പക്ഷെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണല്ലോ. നാണമുണ്ടോ തനിക്ക്? ഡി പെണ്ണെ, പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടാ പോകുന്നത്? എന്നെ ശരിക്കും നിനക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനല്ലെന്ന്. താനല്ലേ എൻ്റെ ബാക്കിലുണ്ടായിരുന്നത്, വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം താൻ തന്നെയാ. വേഷവും ലുക്കും കണ്ട എന്തൊരു മാന്യൻ. എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നം? ചേട്ടാ, ഈ നിൽക്കുന്ന ആളെ എന്നെ ബാക്കിൽ തോണ്ടി. ഡാ ചക്ക, നീ ആള് കൊള്ളാലോ. മിസ്റ്റർ, കാര്യം അറിയാതെ എന്നെ പ്രതിയാക്കാൻ നോക്കണ്ട. ഇവളുമാരൊക്കെ ഓരോന്ന് പറഞ്ഞു വന്ന അപ്പോൾ വിശ്വസിച്ചോളും. ഡാ ചക്ക, കൂടുതൽ ആളാവാൻ നോക്കണ്ട കേട്ടോ. ചേട്ടാ, ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, ആരും അവരോടായി പറഞ്ഞു. പ്ലീസ് കുട്ടി, കൂടുതൽ ഇഷ്യൂ ആക്കരുത്. ഇവൻ നിന്നോട് സോറി പറയും. ഇവനല്ലെങ്കിൽ കൂടി. അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. എന്നാൽ വേഗം സോറി പറയാൻ പറ തൻ്റെ കൂട്ടുകാരനോട്. ഞാൻ പറയില്ല. ഡാ ശക്തി, കണ്ടോളൂ തൻ്റെ കൂട്ടുകാരൻ്റെ അഹങ്കാരം. ഡീ പെണ്ണെ, ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് നിന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല. എന്നാ മോൻ പറയണ്ടേ? പോലീസ് വന്ന് പെരുമാറുമ്പോൾ അപ്പം പറഞ്ഞാൽ മതി. ശക്തി, കൂടുതൽ പ്രശ്നമാക്കേണ്ട. ആളുകൾ കൂടി. ഡാ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാണെന്ന്? ചിലപ്പോൾ നിന്റെ കൈ അറിയാതെ തട്ടിയതാണെങ്കിലോ? ഡോ, നിന്നു ഞാൻ. ഡാ ചെക്ക, നീ കുട്ടിയോട് സോറി പറയുന്നുണ്ടോ അതോ പോലീസിനെ വിളിക്കണോ? താൻ ഇവിടുത്തെ മാനേജറാണോ? അതെ, എന്തേ? ഇവിടെ ഈ ഫ്ലോറിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. അവിടെ വർക്കിംഗ് ആണോ? അതെ സർ. എന്നാൽ ആദ്യം വിഷ്വൽസ് കാണാം, പിന്നെ തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല സർ, ഓഫീസ് റൂമിലേക്ക് വന്നോളൂ, അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ശരി. ഡി ആരു, നിനക്കുറപ്പുണ്ടോ അയാളാണെന്ന്? എനിക്കുറപ്പുണ്ട്, നീ വാ. എന്താ രണ്ടുപേരും വരുന്നില്ലേ? ഞങ്ങൾ വരുവാ. പിന്നെ രണ്ടുപേരും നടന്നു പോയതും അവരും പോയി. ക്യാമറയിൽ കുറച്ച് മുൻപത്തെ വിഷ്വൽസ് വന്നതും എല്ലാവരും അതിലേക്ക് നോക്കി. അവൻ അവളെ നോക്കിയതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. ടി വിയിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഈ സമയം ടി വിയിൽ അവൾ അവനും നിൽക്കുന്നതും ഒരു കുട്ടി അവളുടെ ബാക്കിൽ തോണ്ടി ഓടിപ്പോകുന്നതും വിഷ്വൽസിലൂടെ കണ്ടതും ആരു തറഞ്ഞു നിന്നു. മാനേജറും 2-3 ആളുകളും അവളെ തുറിച്ചു നോക്കി. പുറത്തേക്ക് നടന്നത് ബാക്കിലായി ശക്തിയും ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങി. ഡി ആരു, നമ്മുടെ കാര്യം പോക്കാണ്. ഇനി എന്തു ചെയ്യും? അയാൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു. ഡി, അയാൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ നോട്ടം കണ്ടു. നിനക്ക് അടി കിട്ടാനുള്ള ലക്ഷണമുണ്ട്. എനിക്കും അത് തോന്നി. ഈ റൂമിൽ നിന്ന് പുറത്ത് കടന്നാലേ അയാൾ ബാക്കി വെക്കില്ല. പിന്നെ എന്തു ചെയ്യും? നീ ആ വാതിൽക്കലേക്ക് നോക്ക്. പുറത്തേക്ക് പോകാനുള്ള വേറെ വഴിയാണെന്ന് തോന്നുന്നു. എന്നാൽ ആ വഴി എസ്കേപ്പ് ആവാം. പക്ഷേ പുറത്തേക്കാണെന്ന് ഉറപ്പുണ്ടോ? അത് നമ്മളെ നോക്കി ഇളിച്ചു നോക്കിയിരിക്കുന്നു. ആ ചേട്ടനോട് ചോദിച്ചാൽ പോരെ? നീ വാ. ചേട്ടാ. എന്താ കുട്ടി? ആ വഴി എങ്ങോട്ടാ? അത് ഷോപ്പിൻ്റെ ബാക്കിലേക്കുള്ള വഴിയിലേക്കാണ്. അതുകൂടെ പോയാൽ മുമ്പിലെത്തുമോ ചേട്ടാ? ആ കുട്ടി. താങ്ക്സ് ചേട്ടാ. പോട്ടെ. അല്ല, പേര് പറഞ്ഞില്ല. തങ്കമ്മ. ഇത് പറഞ്ഞ ആരു ചെപ്പുവിൻ്റെ കൈ പിടിച്ച് ആ വഴി ഓടിയതും അയാൾ അവർ പോകുന്നത് അന്തം വിട്ട് നോക്കിയിരുന്നു. ഹൗ, രക്ഷപ്പെട്ടു. മുമ്പിലെത്തി. ഇനി അവരെ പേടിക്കേണ്ട. വാ, പോകാം. ഡി, അങ്ങോട്ട് നോക്ക്. ദാ വരുന്നു അവർ. വിട്ടു ആരു. ചെപ്പു വിളിച്ചു കൂവിയതും അവൾ സ്കൂട്ടി പറപ്പിച്ചു വിട്ടു. ഈ സമയം ശക്തി ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നു, അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ. ആരു ശക്തിയെ കണ്ട് വണ്ടി പറപ്പിച്ചു പോയതും ശക്തി ദേഷ്യത്തിൽ കൈ ചുരുട്ടി പിടിച്ചു. ഡാ ശക്തി, ആ പെൺകുട്ടി ആള് കൊള്ളാലോ. അവളെ ഇനി എൻ്റെ കയ്യിൽ കിട്ടിയ വെറുതെ വിടില്ല ഞാൻ. പിന്നെ അവളിപ്പോൾ നിന്റെ മുൻപിൽ വരും, കാത്തിരുന്നു. ഇപ്പം തന്നെ 2 ജീവനും കൊണ്ടാ പോയത്. വരും അവൾ. ഇന്നവൾ കാരണമാ ഞാൻ ഇവിടെയുള്ളവരുടെ മുന്നിൽ നാണം കെട്ടത്. അതിനുള്ള പണി തിരിച്ച് ശക്തി കൊടുക്കും. അതൊക്കെ ഇനി അവളെ കാണുമ്പോഴല്ലേ. ഇപ്പം നീ വാ, കോളേജിൽ പോവാം. ഈ സമയം കോളേജിലെത്തി ആരു വണ്ടിയിൽ നിന്നും ഇറങ്ങി ശ്വാസം വിട്ടു. എൻ്റെ ആരു. എന്താടി, അവർ പുറകെ വരുന്നുണ്ടോ? ആർക്കറിയാം. എന്നാലും നീ കാര്യം അറിയാതെ ഓരോന്ന് ചെയ്തു കൂട്ടി എന്തൊക്കെ വരുത്തി വെച്ചത്. ഇതൊക്കെ വീട്ടിലറിഞ്ഞാൽ കഴിഞ്ഞു. നീ ആരോടും പറയാതിരുന്നാൽ മതി. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പക്ഷെ ആ കടയിൽ നമ്മളെ അറിയുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാലും ഞാൻ കാര്യം അറിയാതെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് അയാളോട്. ഇനി നേരിൽ കാണാതിരുന്ന മതിയായിരുന്നു. അല്ലെങ്കിൽ അയാളുടെ കൈ കൊണ്ടായിരിക്കും എൻ്റെ മരണം. അതുറപ്പാ. അല്ല മകളെ, എന്താ ഇവിടെ നിൽക്കുന്നത്? ആ വിധു, നീ നേരത്തെ വന്നോ? ഇപ്പോൾ വന്നുള്ളൂ. നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങ് പോന്നു. അല്ല, 2 ആളുടെയും മുഖത്തെന്തോ ഒരു പേടി പോലെ. അത് പിന്നെടാ.
പോരട്ടെ പോരട്ടെ. പിന്നെ ചെപ്പു എല്ലാം പറഞ്ഞതും വിധു ആരുവിനെ നോക്കി. ഡി ആരു, എന്നാലും കാര്യം അറിയാതെ എടുത്തു ചാടണ്ടായിരുന്നു. കൈവിട്ട് പോയടാ. നീ പേടിക്കണ്ട, ഇനി അയാളെ കാണാനൊന്നും നിങ്ങൾ പോകുന്നില്ലല്ലോ. ഇനി കണ്ടാലോ? കാണാനായിട്ടേ നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന പുതിയ സാറൊന്നുമല്ലല്ലോ. കരുനാവ് വളച്ച് പറയാതിരിക്കട തെണ്ടി. വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, അല്ലാതെ സാറായി ഒന്നും അയാൾ വരില്ല. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അങ്ങനെ 3 പേരും ക്ലാസ്സിലെത്തിയതും ബാക്ക് ബെഞ്ച് നോക്കിയിരുന്ന ഈ സമയം ഒരാൺകുട്ടി അവരുടെ അടുത്ത് വന്നതും 3 പേരും അവനെ അടിമുടി നോക്കി. നീ ആരടാ? ഇതിനു മുൻപ് ക്ലാസ്സിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ ഇയറാണ് ചേർന്നത്, അതുകൊണ്ട് ആരെയും പരിചയമില്ല. ഞാനിവിടെ ഇരുന്നോട്ടെ. അതിനെന്താ, ഇരുന്നോ. അല്ല, എന്താ പേര്? ഏതു? ഉണ്ണിയെന്ന് വിളിക്കും. അല്ല, നിന്റെ വീട് എവിടെയാ? എൻ്റെ വീട് കണ്ണൂരായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ അടുത്ത വീട് മേടിച്ചേ. ഓ, അല്ല, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ. അല്ല, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആദ്യം ഞാൻ തുടങ്ങാം. എൻ്റെ പേര് ആരാധ്യ, എല്ലാവരും ആരു എന്ന് വിളിക്കും. വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ ഞാനും. അച്ഛൻ ബിസിനസ് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫ്. പിന്നെ ഇവൾ ചൈതന്യ, ഞങ്ങൾ ചെപ്പു എന്ന് വിളിക്കും. അച്ഛൻ, അമ്മ, പിന്നെ ഒരു അനിയനും. അച്ഛൻ വില്ലേജ് ഓഫീസർ, അമ്മ ഹൗസ് വൈഫ്. പിന്നെ ഇവൻ ഞങ്ങളുടെയും രണ്ടാളുടെയും ചെറുപ്പം മുതലുള്ള ഫ്രണ്ട് വിനയൻ. ഇവൻ്റെ അച്ഛനും അമ്മയും എൻ്റെയും ഇവളുടെയും അച്ഛനും അമ്മയും തന്നെയാണ്. എന്തായോ ഇത്? അർത്ഥം മനസ്സിലായോ? എന്ന് ഞാൻ തന്നെ പറയാം. ഞാൻ ഓർഫനാണ്, ഇപ്പോൾ ഇവിടെ ഹോസ്റ്റൽ നിൽക്കുന്നു. അപ്പോൾ 3 പേരും കട്ട ചങ്കുകളാണല്ലേ. ഡി, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 2 പുതിയ സാറുമാർ വന്നിട്ടുണ്ട്. മുൻപിലിരിക്കുന്ന ആരു പറയുന്നത് കേട്ടതും ആരുവിൻ്റെയും ചെപ്പുവിൻ്റെയും ഉള്ളിൽ എടുപൊട്ടി. ആരു, ചെപ്പു, ഉള്ളിൽ കിടക്കുന്ന കോഴികൾ പുറത്ത് ചാടിയോ? ചുള്ളന്മാരാണെങ്കിലേ അപ്പം ചിലപ്പോൾ ചാടും. ഇത് പറഞ്ഞ് ചെപ്പു ലൈബ്രറിയിലേക്ക് ബുക്ക് വെക്കാനായി പോയതും ക്ലാസ്സിലേക്ക് ഒരു സാറ് വന്ന് കയറി. ആളെ കണ്ടതും ആരു ഞെട്ടി അടിമുടി വിറച്ചു. പെട്ടെന്ന് അവൾ ബെഞ്ചിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിരുന്നതും വിധുവും ഉണ്ണിയും കാര്യമറിയാതെ അവളെ നോക്കി. ഈ സമയം ലൈബ്രറിയിൽ വെച്ച് ചെപ്പുവിനെ നീരവ് കൈയോടെ പൊക്കിയിരുന്നു. ആരു ബെഞ്ചിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിരുന്നതും ഉണ്ണിയും വിധുവും അവളെ സംശയത്തോടെ നോക്കി. ആരു, നിനക്കെന്താ പറ്റിയത്? ഡോക്ടറിൻ്റെ മിണ്ടിപ്പോകരുത് നീ. അവൻ്റെ ഒടുക്കത്തെ ഒരു നാവ്. കരുനാവാണോടാ നിൻ്റെ? ഡി, നീ ടെററാകാതെ കാര്യം പറ. ഡാ, ഇത് അയാളാ. ഏയാള്? ഡാ, രാവിലെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്. എൻ്റെ ഈശ്വര, സാറിനോടാണോ നീ പ്രശ്നം ഉണ്ടാക്കിയത്? എന്താടാ വിധു സംഭവം? പിന്നെ അവൻ നടന്നത് മുഴുവൻ ഉണ്ണിയോട് പറഞ്ഞു. ആരു, ഇനി എന്ത് ചെയ്യും? അതുതന്നെയല്ലേ ഞാനും ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നേ. ഡി, സാറ് ഇൻട്രൊഡക്ഷൻ പറയിപ്പിച്ചു തുടങ്ങി. ഇപ്പോൾ ഇവിടെ എത്തും, നീ കയറിയിരിക്ക്. എന്നെ കണ്ട കുഴപ്പം, അതുകൊണ്ടാണ് ഞാനില്ല. അപ്പം മോള് എല്ലാ ദിവസവും ഇവിടെ ഇരിക്കാനാണോ പ്ലാന്? വിധു, സാറ് നോക്കുന്നു. എന്താടാ ബെഞ്ചിൻ്റെ അടിയിലേക്ക് നോക്കിയിരുന്ന് വർത്താനം പറയുന്നത്? പെട്ടു ആരു, പെട്ടു. ആരു മനസ്സിലോർത്തു. എന്താടാ ചോദിച്ചത് കേട്ടില്ലേ? ഇതും പറഞ്ഞ് ആരുവിൻ്റെ ബെഞ്ചിൻ്റെ അടുത്തേക്ക് ശക്തി വന്ന് നിന്നതും അടിയിലേക്ക് നോക്കി. ആരാ അടിയിൽ? അത് സർ, പെൺ താഴെ പോയി അതെടുക്കുക. എന്നിട്ട് ഇതുവരെയായിട്ടും കിട്ടിയില്ലേ? ഇപ്പം കിട്ടും സർ. നിനക്കെന്തോ ഒരു കള്ള ലക്ഷണം. അത് ജന്മന ഉള്ളതാ സർ. ആ താഴെയുള്ളവരോട് വേഗം ഇറങ്ങാൻ പറ. ആരു വേഗം ഇറങ്ങിക്കോ, അല്ലെങ്കിൽ പണിയാവും. ഇങ്ങനെ കലിപ്പ് മൂടിലാണ്. എൻ്റെ ഈശ്വര, ആ കാലൻ എൻ്റെയും കൊണ്ടേ പോകൂ. അതുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം, അതാ ബുദ്ധി. ആരു മനസ്സിലോർത്തു. ആരു ബെഞ്ചിൻ്റെ അടിയിൽ നിന്നും പൊങ്ങി വന്നതും ശക്തി അവളെ നോക്കി ചിരിച്ചു. ഇയാൾക്കെന്തു പറ്റി? എന്നെ കണ്ടിട്ട് എന്തിനാണ് അവ ചിരിക്കുന്നേ? ഇനി എന്നെ ഓർമ്മ കാണില്ലേ? എന്തോ പണി വരുന്നുണ്ട് അവറാജ. എന്താ തൻ്റെ പേര്? ആരാധ്യ. പേന കിട്ടിയോ? ഇല്ല, കിട്ടില്ല, അതെനിക്കറിയാം. പിന്നെ അവളെ നോക്കാതെ പോയതും അവൾ ബെഞ്ചിലിരുന്നു. ഡി, സാറ് പാവാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു പാവം, എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും അയാൾക്ക്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്താ അവിടെ സംസാരം? അത് സർ, ആരു പറയായിരുന്നു സാറ് പാവാണെന്ന്. അല്ലേ ആരു? പൊട്ടി. ആണോ ആരാധ്യ? അതെ സർ. നമുക്ക് നോക്കാം, മാറ്റി പറയുമോ എന്ന്. പിന്നെ ബെല്ലടിച്ചതും ശക്തി ആരുവിനെ ദേഷ്യത്തോടെ നോക്കി ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. അയ്യോ അമ്മേ, പിശാശ തല്ലൊല്ലടി എന്നെ. നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റടാ ഉണ്ണി. ആരുടി, നീ അവനെ വിട്. ഉണ്ണി മാറി നിന്നോ, അല്ലെങ്കിലേ ഇവന് കൊടുക്കുന്നതിൻ്റെ ബാക്കി നിനക്ക് കിട്ടും. ഡി ആരു, സോറി ഡി, ഇനി പുറം തല്ലി പൊളിക്കല്ലേ. ഹോ, ആശ്വാസമായി. ആരുടി, സോറി പറഞ്ഞു വരണ്ട. അതിന് ആര് സോറി പറയാൻ വരുന്നു? ഞാൻ ബിരിയാണി കഴിക്കാൻ പോവുക, നിനക്ക് വേണമെങ്കിൽ വാ. എനിക്ക് വേണം.
ഇപ്പം നിനക്കെന്നെ ഇടിക്കണ്ടേ? വേദനിച്ചോ വിധു? ഇല്ല, നല്ല സുഖം തോന്നി നീ നടുപ്പുറം നോക്കി ഇടിച്ചപ്പോൾ. ചിരിക്കാതെ വാ, രാവിലെ കഴിച്ചതെല്ലാം ദഹിച്ചു നിന്റെ ഇടി കാരണം. അതെ, പിന്നെ എൻ്റെ പൈസ ഞാൻ കൊടുത്തോണ്ട് ഇങ്ങ് വാ. പിന്നെ അവർ 3 പേരും ക്യാൻറ്റീനിലേക്ക് നടന്നു. ചെപ്പു എന്താവോ നേരം വൈകുന്നത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവൾ ക്യാൻറ്റീനിലേക്ക് വന്നോളും. എന്നാലും നീ ചെന്ന് നോക്ക്. നീ പോയി വാ. ഓക്കെ, പക്ഷെ ഞാനും അവളും വരുന്നത് വരെ 2 പേരും കഴിക്കേണ്ട, മനസ്സിലായോ? ഓക്കെ, ഡൺ. ഈ സമയം ലൈബ്രറി നീരവിൻ്റെ മുൻപിൽ നിന്ന് ചെപ്പു വിയർത്തു. എന്താ മോളെ, എന്നെ അറിയോ? ഇല്ല ചേട്ടാ, നിങ്ങളാരാ? ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇന്ന് രാവിലെ നീ എന്നെ കണ്ടില്ലേ? ഓർമ്മയില്ല. നിനക്കെന്താ ഓർമ്മ പോകുന്ന അസുഖമുണ്ടോ? ആ ഉണ്ട്. അയ്യോ, കുട്ടി കരയണ്ട. അയ്യോ ചെപ്പു, നീ എന്തിനാ കരയുന്നത്? ഈ കുട്ടിക്ക് ഓർമ്മ പോകുന്ന അസുഖമുണ്ടോ? ഇവൾക്കോ? ചെപ്പു അവനെ നോക്കി കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ചതും അവൻ മനസ്സിലായതുപോലെ തലയാട്ടി. അത് ചേട്ടാ, ഇവൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. കുറച്ചു മുമ്പ് കഴിഞ്ഞതൊന്നും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ആണോ? സോറി കുട്ടി. അല്ല, ചേട്ടനെന്തിനാ ഇവളെ കരയിപ്പിച്ചത്? അയ്യോ, ഞാൻ കരയിപ്പിച്ചതല്ല, കുട്ടി തന്നെ കരഞ്ഞതാ. ഡി, ഇയാളാണോ നിന്നെ കരയിപ്പിച്ചത്? ആ അതെ. എൻ്റെ പൊന്നു മോളെ, ഞാൻ എന്നെ അറിയുമെന്ന് മാത്രമല്ലേ ചോദിച്ചത്. ഓർമ്മയില്ലാത്ത ഇവളോട് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി? അത് ശരിയാ, പറ്റിപ്പോയി. എന്നാൽ ഇവളോട് സോറി പറ. സോറി കുട്ടി, കുട്ടി കരയണ്ട. എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുക്കില്ലല്ലോ, അങ്ങനെ വിശ്വസിച്ചാൽ മതി. ശരി ചേട്ടാ, എന്ന് നിങ്ങൾ പോകട്ടെ. ശരി. അവർ ലൈബ്രറിയിൽ നിന്നും പുറത്ത് കടന്നതും പൊട്ടിച്ചിരിച്ചു. എൻ്റെ ചെപ്പു, അയാൾ ഇത്ര മണ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ഞാനും. അല്ല, ഇതാരാ? പിന്നെ അവൾ അവനെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവൻ ക്ലാസ്സിലുണ്ടായതും അവളോട് പറഞ്ഞു. ഈ സമയം അവർ ക്യാൻറ്റീനിലെത്തിയതും ഉണ്ണിയെയും ആരുവിനെയും ദേഷ്യത്തിൽ നോക്കി. പിന്നെ വിശപ്പ് കൂടുതലുള്ളത് കൊണ്ട് കൂടുതലൊന്നും പറയാതെ കഴിച്ചു. ക്യാഷ് കൊടുത്ത് ഒരു 5 ബാലൻസായി കിട്ടിയതും ആരും അതും കൊണ്ട് ഓടി. എന്നാൽ ആരുടെയോ കാൽ തട്ടിയതും അവൾ മുൻപിലേക്ക് ആഞ്ഞ് ആരെയൊക്കെ കൊണ്ട് വീണതും അയാളുടെ മുഖം കണ്ട് അവൾ പേടിയോടെ നോക്കി. ശക്തി കയ്യിൽ ഇരയെ കിട്ടിയതുപോലെ അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി. അവൾ വേദന കൊണ്ട് കണ്ണടച്ചു.